ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ റൈസ്. ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ വേർഡുകളാണ് നമ്മൾ ടെക്നോളജിയിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നലെ കേട്ടൊരു വേർഡാണ് വെർച്വൽ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേൾക്കാത്ത ആൾക്കാരുണ്ടാവും. വെർച്വൽ അൺബോക്സിങ്, വെർച്വൽ റിയാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും നമ്മൾ. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നല്ല. ഇപ്പോൾ പല ആപ്ലിക്കേഷൻസും വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് വെർച്വൽ അൺബോക്സിങ്? അതാണെന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 2 സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഒന്ന് ഐഫോണിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായിട്ടുള്ള ഐഫോൺ SEയും അതുപോലെ തന്നെ OnePlusൻ്റെ 8ഉം 8 Proയും. നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിനൊക്കെ പോകുന്നില്ല. പകരം OnePlus 8 ലോഞ്ച് ചെയ്തപ്പോൾ അതിനവരൊരു അൺബോക്സിങ്ങിൻ്റെ പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നു. പുതിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിതുവരെ കാണാത്തത് കൊണ്ടാണ് ഞാനത് പുതിയത് എന്ന് പറയാൻ കാരണം. അപ്പോൾ വെർച്വൽ അൺബോക്സിങ് എന്നൊരു ടെക്നോളജിയാണ്. അതായത് വെർച്വൽ അൺബോക്സിങ്ങിൽ നമ്മളൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആക്കി പിടിച്ച് കഴിഞ്ഞാൽ, ക്യാമറയല്ല ഒരു ആപ്പ് ഓപ്പൺ ആക്കി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഫോണിലേക്ക് OnePlus 8ൻ്റെ ബോക്സ് വരികയും ഓരോ ക്ലിക്കിലും നമുക്ക് ആ ഓരോ പ്രൊഡക്റ്റ് അതിൽ കാണാൻ സാധിക്കുകയും അതിനെ കംപ്ലീറ്റ്ലി 360 റൊട്ടേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതിനെ കംപ്ലീറ്റ് ഇൻഡെപ്ത് റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. അതാണ് വെർച്വൽ അൺബോക്സിങ്. വെർച്വലായിട്ട് നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ആ പുതിയൊരു സ്മാർട്ട് ഫോണിനെ കൊണ്ടുവന്ന് അതിനെ അൺബോക്സ് ചെയ്യാം. ടെക്നോളജിയെ ബിസിനസ്സുകാർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്, കമ്പനികൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് എന്തൊരു നെഗറ്റീവ് സംഭവം നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡ് എന്നുള്ളത് പല ബിസിനസ്സുകളെയും നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി അതിനൊക്കെ എങ്ങനെ നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കും, ഈ ഒരു സമയത്ത് നമ്മൾ ബിസിനസ്സിനെ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് നോക്കുക തന്നെയാണ് എല്ലാ ബിസിനസ്സുകളും ചെയ്യുന്നത്. അപ്പോൾ OnePlus ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നപ്പോൾ ഭയങ്കര എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് OnePlus യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. ഒരു എക്സ്ട്രാ ആപ്ലിക്കേഷനോ ഒന്നുമല്ല, ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി യൂസ് ചെയ്തിട്ടാണ് OnePlus ഇത് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഫീച്ചർ കൂടിയാണത്. വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ഓപ്പൺ ആക്കിയിട്ട് താഴെ ഫിൽറ്റേഴ്സിൻ്റെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ OnePlus പുതിയൊരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യാൻ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. വളരെ സിമ്പിളാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഓപ്പൺ ചെയ്യുക, താഴത്ത് ഫിൽറ്റേഴ്സ് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെർച്ചിൽ OnePlus 8 എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്നതിൽ OnePlusൻ്റെ തന്നെ ഫിൽറ്റർ വരുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിൽ നമ്മളുടെ ആ ക്യാമറ ഓപ്പൺ ആയിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OnePlusൻ്റെ OnePlus 8ൻ്റെ ബോക്സ് നമുക്ക് വരും. നമുക്ക് ഓരോ ബോക്സ് മാറ്റിയിട്ട് നമുക്ക് അതിലുള്ള ഉള്ളിലുള്ള കംപ്ലീറ്റ് പ്രൊഡക്റ്റ്, മാനുവലും ചാർജറും എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി കാണാനും അത് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോൾ അത് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെർച്വൽ അൺബോക്സിങ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് 2 തരത്തിൽ ഇതിനെ ഫിൽറ്ററിനെ ആഡ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റോറിയിൽ ഓപ്പൺ ആക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ സെർച്ച് ചെയ്തിട്ട് കയറാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ OnePlusൻ്റെ പേജിൽ കയറിയിട്ട്, ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ട് അതിൽ കയറാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ മെത്തേഡ് കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. റയീസ് കപ്പൂർ എന്നാണ്, Raees_Kappoor എന്നുള്ളതാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ID വരുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതിന് ചെയ്യേണ്ടത് ജസ്റ്റ് സെർച്ചിൽ OnePlus എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് OnePlusൻ്റെ ഒഫീഷ്യൽ പേജിൽ, അതായത് വെരിഫൈഡ് പേജിൽ തന്നെ ചെല്ലുക. ശേഷം ഇവിടെ ആയിട്ട് നമുക്കൊരു ഇത് കാണുന്നുണ്ട്, സ്മൈലിയുടെ ഐക്കൺ കാണുന്നുണ്ട്, ഇമോജി ഐക്കൺ കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അതായത് OnePlus 8ൻ്റെയും OnePlus 8 Proയുടെയും 2 ഫിൽറ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അതായത് ജസ്റ്റ് 2 ഫിൽറ്റേഴ്സ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് OnePlus 8 Proയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡെമോ കാണിക്കുന്നുണ്ട് OnePlus 8 Proയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇവിടെ താഴത്തായിട്ട് നമുക്ക് ട്രൈ ഇറ്റ് എന്നിട്ടൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ
നമ്മളുടെ ക്യാമറ ഓപ്പൺ ആയി വരും, നമ്മളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ ക്യാമറ ഓപ്പൺ ആയി വരും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇതാക്കി കഴിഞ്ഞതാണ്. അപ്പം ഞാൻ എൻ്റെ ബെഡിലേക്ക് അതായത് OnePlusൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ടാപ്പ് ടു പ്ലേസ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ OnePlus 8ൻ്റെ ബോക്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ഒരു അത്രത്തോളം റിയാലിറ്റി തോന്നില്ലെങ്കിലും ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ ജസ്റ്റ് OnePlus 8ൻ്റെ ആ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ബോക്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഓപ്പൺ ആയിട്ട് അതിൻ്റെ മുകളിലത്തെ നെവർ സെറ്റിൽ എന്നുള്ളത് വന്നു. ഇനി ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് അവിടുന്ന് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇപ്പോൾ അതിലുള്ളത് ഒരു ചാർജർ കേബിൾ വരുന്നുണ്ട്, USB-C കേബിൾ വരുന്നുണ്ട്, നമ്മളെ മൊബൈൽ ഫോൺ, നമ്മളെ ബാക്ക് കവർ, പിന്നെ നമ്മളെ യൂസർ മാനുവൽ, ഇത്രയും സംഭവങ്ങൾ അതിൽ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ വന്ന് ഇനി നമുക്ക് അതിനെ 360 കംപ്ലീറ്റ്ലി നോക്കാൻ കഴിയും. എന്താ ഈ രൂപത്തിൽ അവർ 360 കംപ്ലീറ്റ്ലി കാണിച്ച് തരുന്ന രൂപത്തിൽ തന്നെ അതിന് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യുന്നതോടെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കാണാനും എല്ലാം സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ അവരത് കാണിക്കുന്നുണ്ട്, സിമ്പിൾസ് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് പിന്നെ ഇതുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വരുന്നുണ്ട്. നമ്മൾ കേബിൾമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ സാധനവും അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വെർച്വൽ അൺബോക്സിങ്. വൺപ്ലസ് അവതരിപ്പിച്ച വെർച്വൽ അൺബോക്സിങ് എന്ന് പറയുന്നത് ഇതാണ്. വെർച്വൽ അൺബോക്സിങ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ടെക്നോളജിയെ ഏത് തരത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കും. പല ബിസിനസ്സുകളും ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് ഷട്ട് ഡൗൺ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മളുടെ ബിസിനസ്സുകളെ ഓൺലൈൻ ആക്കാം, അതിനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം, അതെല്ലാം നമ്മൾ ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ ഇതുപോലെ OnePlus ചെയ്യുന്ന പോലെ ഇത്രയും വലിയൊരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഈ ഒരു സമയത്ത് ഓൺലൈൻ ആക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് ബിസിനസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട്, വാട്സപ്പ് ബിസിനസ് എന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടോ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വാട്സപ്പ് ബിസിനസ്സിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതായത് വാട്സപ്പ് ബിസിനസ്സിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് ഫേസ്ബുക്കായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളുടെ ബിസിനസ്സിനെ നമ്മൾ തന്നെ ഓൺലൈനാക്കി മാറ്റിയാൽ മതി, എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു കാലത്തെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ, ഭയങ്കര ഒരു എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഒന്നും കരുതരുത്, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തട്ടിമുട്ടി കയറി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറക്കരുത്, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.